ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ച് ഒരു ഹൈപ്പ് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ ശരണ്യനെ ഇട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടെ ചേർന്ന്. അച്ഛനും അമ്മയും മാത്രമല്ല, ഗോപുവും അതുപോലെ തന്നെ വേറൊരു ആങ്ങളെയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ കൂടുതൽ ഗോപുവാണ് പറയുന്നത്. ഗോപു പറയുന്നത്, ഇനി എന്ത് ചെയ്യും, നാട്ടുകാരുടെയും സമുദായക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും സഹായമൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയും ഒക്കെയാണ് ഇതിന് കാരണക്കാര്. അച്ഛനും അമ്മയും ഇനിയും പഠിച്ചില്ല, പിന്നെ നിങ്ങൾ എന്നാണ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപു അങ്ങ് പോയി കേട്ടോ. അപ്പോഴും നമ്മുടെ ശരണ്യ ഉറച്ചു നിൽക്കുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ സത്യം വിളിച്ചു പറഞ്ഞതാണോ തെറ്റ്? ഞാന് സത്യം വിളിച്ചു പറഞ്ഞത് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് തോന്നുന്നില്ല. ഞാന് സത്യം വിളിച്ചു പറഞ്ഞെന്ന് ഓർത്ത് നമുക്ക് എന്ത് സംഭവിക്കാനാണ്? ഈ പറയുന്ന പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും സമുദായക്കാരും ഒക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? അല്ല, ഇനിയിപ്പം അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന വല്ല ഉറപ്പുണ്ടോ? ശരിയാണ് നമ്മുടെ ശരണ്യ ചോദിക്കുന്നത്, വല്ല മുദ്രപേപ്പറിലോ വല്ല എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നോ? ഇവര് പുറകെ നടന്ന് നമ്മുടെ ശരണ്യയുടെ കാര്യം ഇനി നോക്കുന്ന? ഒരിക്കലും ഇല്ല. അവരിപ്പോ ഇതൊക്കെ പറയുന്നുണ്ട്, പതുക്കെ പതുക്കെ കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകുന്നു തന്നെയാണ് ശരണ്യ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്, ഞാനും അറിയാതെ അതിൽ പോയി പെട്ടതല്ല, അതുപോലെ തന്നെ അറിയാതെ വന്ന പെട്ട ഒരാളാണ് ഈ പറയുന്ന രോഹിത്തും. അപ്പൊ ഞാൻ അയാളെ ചതിക്കണം എന്നാണോ പറയുന്നത്? അതിൽ എന്തർത്ഥമാണ് അച്ഛാ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ കൂടുതൽ പറയുമെന്നും വേണ്ട. നീ ഇപ്പൊ നാണം കെടുത്തിയിരിക്കുന്നത് നിന്റെ കുടുംബത്തെ തന്നെയാ. നീ അത് ഓർത്തോ? നിനക്ക് കിട്ടാൻ പോകുന്ന ജോലി, സുഖ സൗകര്യങ്ങള്, ഇതെല്ലാം കൂടി നീ കൊണ്ട് തൊലച്ചു കളഞ്ഞിരിക്കുക. നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിനും അതുപോലെ നിന്റെ സഹോദരങ്ങൾക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കിട്ടാവുന്ന എല്ലാ സൗകര്യങ്ങളുമാണ് നീ ഇപ്പൊ കൊണ്ടുപോയി തൊലച്ച് കളഞ്ഞിരിക്കുന്നത്. വേണ്ടുവോളം നീ ഞങ്ങൾക്ക് ഇപ്പം മാനക്കേടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു അപമാനം ആകുന്നുണ്ട്. എന്നിട്ടും നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ ഞങ്ങൾ പറയേണ്ടത്? അവരെല്ലാവരും പറയുന്നത് അനുസരിച്ച് കേട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പം ഇതുപോലെ നാട്ടുകാരുടെ കുത്തുവാക്ക് കേൾക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ ശരണ്യയുടെ അമ്മയോടും പറയുന്നുണ്ട്, നീ ഇത്ര നാളും നിന്റെ മോളുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി നടക്കല്ലായിരുന്നോ? നീ അവൾ പറയുന്നൊക്കെ കേട്ടിട്ട് അങ്ങ് വീണുപോയതല്ലായിരുന്നോ? നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ട് എണീറ്റ് പോകും. അപ്പൊ ശരണ്യയുടെ അമ്മയ്ക്ക് ഇപ്പം ദേഷ്യം തന്നെയാ ശരണ്യയോട്. വേറൊന്നുമല്ല, ശരണ്യയുടെ അമ്മയും പറഞ്ഞിരുന്നു എല്ലാവരും പറയുന്നത് പോലെ തന്നെ മൊഴി മാറ്റി പറയരുത് എന്ന്. അപ്പോഴും ശരണ്യ ഒന്നും മിണ്ടിയിട്ടില്ല. ശരണ്യ മൊഴിമാറ്റി പറയും എന്നോ പറയില്ലെന്നോ എന്നൊന്നും ശരണ്യ പറഞ്ഞിരുന്നില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയില് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ട് നമ്മുടെ ശരണ്യ അവിടെ കഴിയുന്നത് കേട്ടോ. അങ്ങനെ ആ മുറിയിലിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. എന്നിട്ട് എല്ലാവരും എന്താ ഇങ്ങനെയായി പോയത് എന്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുവും നമ്മുടെ ശിവൻ വീട്ടിലെത്തിയില്ലെന്ന് തോന്നും. മനു വീട്ടിലെത്തിയിട്ടോ. ഈ സമയം മനു വീട്ടിലെത്തി. മനു കയറി ചെന്നു. അതിനു മുമ്പ് തന്നെ കമല വിവരം അറിഞ്ഞു. നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടിയെന്നും ഹരിക്ക് ജാമ്യം കിട്ടിയില്ല എന്നും അറിഞ്ഞു. അങ്ങനെ മനു വന്ന ഉടനെ തന്നെ, ഓ ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്ത് സമാധാനം അമ്മ, എന്താ പറയുന്നത്? വീട്ടിനകത്തേക്ക് കയറി വന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തുടങ്ങുകയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല നീ ഉദ്ദേശിച്ച ആള് രക്ഷപ്പെട്ടല്ലോ. ആ രോഹിത്ത്, എടാ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോടാ, അവനവന്റെ കാര്യം നോക്കാൻ അവനവൻ അറിയാം. അതുകൊണ്ടാണല്ലോ അലീനയെ പറഞ്ഞു വിട്ട് ആ ശരണ്യ എന്ന് പറയുന്ന പെണ്ണിന്റെ മനസ്സ് മാറ്റിയെടുത്ത് ഇപ്പം മൊഴി മാറ്റി പറയിച്ചത്. ഇതിനൊക്കെ കഴിവേ അവൾക്ക് വല്ലാത്തത് തന്നെയാ. ബാലചന്ദ്രൻ അത് മുതലെടുക്കുകയും ചെയ്തു. എന്നിട്ട് എല്ലാവരുടെയും കണ്ണില് പൊടിയിടാനായിട്ട് ആരും ഒന്നും നിർബന്ധിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ രോഹിത് നിരപരാധിയാണ് പോലും. എവിടെ നിന്ന് നിരപരാധിയാകുന്നത് അവന്? ഇവനും ഹരിയും ആ കൂട്ടുകാരും ചെയ്ത ഒരേ കുറ്റമല്ലേ? പിന്നെ എങ്ങനെയാ ഇവൻ മാത്രം നിരപരാധി ആയിരിക്കുന്നത്? ഇവിടെ ഉള്ളവരെ പൊട്ടന്മാരൊന്നുമല്ല, എല്ലാവരും കഴിക്കുന്നത് ചോറ് തന്നെയാണ്. എല്ലാവർക്കും അറിയാം ഇത് സ്വാധീനം കൊണ്ട് തന്നെയാണെന്ന്. അവൾ അവിടെ ചെന്നിട്ട് കൈയും കാലും ഒക്കെ കാണിച്ചിട്ട് അവിടെ ഉള്ളവരെ മയക്കി കാണുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവന് മാത്രം ഇങ്ങനെ ജാമ്യം കിട്ടാൻ എന്താണ് ഇവിടെ വകുപ്പുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, കാര്യമില്ലമ്മേ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നതൊക്കെ കേൾക്കുക എന്നുള്ളതല്ലാതെ അമ്മയുടെ മുമ്പില് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്രയും നാളും പറഞ്ഞതല്ലേ എന്താണ് രോഹിത്തിന് ജാമ്യം കിട്ടാനുള്ള കാരണമെന്ന്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇനിയും ഞാൻ എന്ത് പറയാനാ അമ്മയോട്? എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലടാ, നീയൊക്കെ ഒന്നും പറയില്ലടാ. ഉത്തരം മുട്ടുമ്പോഴത്തേക്കും കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. നീ ഒന്നും പറയത്തില്ല. നീയേ അലീനയുടെ കൂടെയല്ലേ, ബാലചന്ദ്രന്റെ കൂടെയല്ലേ,
രോഹിത്തിന്റെ കൂടെയല്ലേ? പോടാ, നീ ഒരു കാര്യം ചെയ്യ്, ആ വീട്ടിൽ പോയി താമസിക്കും. നിന്റെ വീട്ടില് നിനക്ക് സ്നേഹവും ഊറും എല്ലാം കൂടുതല് നിന്റെ അപ്പന്റെ പെങ്ങടെ വീട്ടുകാരാണെങ്കിൽ നീ അങ്ങോട്ട് ചെല്ലടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ പൊന്നമ്മ പോ അമ്മയൊന്ന്, എനിക്ക് അമ്മയുടെ ഈ വായ്ത്താളത്തിൽ നിന്നേ ഞാനും തിരിച്ചു മറുപടി പറയാൻ നിന്നിട്ടുണ്ട്, അമ്മയും ഞാനും തമ്മിലെ ഒരു ഇതും ഇല്ലാതായി പോകും. അതുകൊണ്ട് അമ്മയുടെ ഈ അന്തസ്സില്ലാത്ത വർത്താനവും ഈ കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മകന് വേണ്ടി വല്ല പൂജാമുറി പോയി ഇരുന്നിച്ച് തന്നെ പ്രാർത്ഥിക്ക്, മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലാതെ ഈ കുശുമ്പും കുഞ്ഞായ്മയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നിടത്തോളം കാലം ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഒന്നോട്ട് ശരിയാകത്തുമില്ല. ഇനിയിപ്പം ദൈവം തമ്പുരാനല്ലാതെ ഹരീനെ പുറത്തിറക്കാന് വേറെ ആർക്കും പറ്റത്തുമില്ല. അതുകൊണ്ടേ വിളിച്ചോ, പോയിരുന്ന് രാവിലെ അമ്പലത്തിൽ പോയില്ലേ, എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുകയോ ക്ഷേണപ്രദക്ഷിണം നടത്തുകയോ ചെയ്ത പാവങ്ങൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ വല്ല ദൈവം വല്ല അനുവദിച്ച് ദൈവം വല്ല സഹായിച്ച് ചിലപ്പോ അവൻ വെളിയിൽ ഇറങ്ങിയാലായി. അല്ലാതെ അവൻ വെളിയിൽ ഇറങ്ങാൻ പോകുന്നില്ല. അത്രയ്ക്ക് തെമ്മാടിത്തരവും ചെറ്റത്തരവുമാണ് അവൻ കാണിച്ചിരിക്കുന്നത്. സ്വന്തം കാമുകി അല്ലെങ്കിൽ സ്നേഹിച്ച സ്വന്തം പെണ്ണ് ആരെ വിശ്വസിച്ച് ആ പെണ്ണ അങ്ങോട്ട് ചെന്നത്? അവനെ വിശ്വസിച്ചിട്ടല്ലേ ആ പെണ്ണ് അങ്ങോട്ട് ചെന്നത്. എന്നിട്ട് പോലും അമ്മയുടെ മോന് അവളെ സംരക്ഷിപ്പിക്കാൻ പറ്റിയില്ല എങ്കില് പിന്നെ എന്തിനാ വെറുതെ അവനെ നോക്കിയിരിക്കുന്നത്? പോട്ടെ, ജയിലിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പുറപുറത്തോടെ നമ്മുടെ കമല അവിടെ ഇരിപ്പുണ്ടോ? അല്ലെങ്കിലും ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. എനിക്കറിയാം എല്ലാവരും കൂടെ എന്റെ മോനെ മനഃപൂർവ്വം ജയിലിലിട്ടേക്കുന്നത്. എന്റെ മോനെ ആർക്കും കണ്ടുകൂടല്ലോ, സ്വന്തം രക്തത്തിന് കണ്ടുകൂടാ, പിന്നെയല്ലേ ബാക്കിയുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞ് പുറപുറത്തോണ്ട് അതിലേ കൂടെ നടക്കുന്നുണ്ട്. ഏതായാലും ശിവനും നല്ല ചൊറിയുന്ന വർത്താനം നമ്മുടെ കമലയോട് പറയുന്നുണ്ട്. കാരണം എങ്ങനെ ചൊറിയാതിരിക്കും? അതുപോലെയുള്ള സംസാരമാണ് കമല സംസാരിക്കുന്നത്. ശിവനും കഴിവില്ല, നിങ്ങളൊരു കഴിവ് കെട്ടവനാണ്, ബാലചന്ദ്രൻ കണ്ടില്ലേ, അത് ചെയ്തു ഇത് ചെയ്തു വാങ്ങാത്തോലി ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും കേട്ടോണ്ട് നിൽക്കാൻ പ്രയാസം കാണുമല്ലോ. അപ്പൊ നമ്മുടെ ശിവനും നല്ല മറുപടി തന്നെ കമലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേ സമയം നമ്മുടെ മുത്തശ്ശി കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയാൻ നോക്കി നിൽക്കുകയാണല്ലോ. കമല പറഞ്ഞിട്ടൊന്നോട്ട് അറിയത്തുമില്ല. കമലയാണെ ആ മുറിയിലേക്കൊട്ട് കയറത്ത് പോലും ഇല്ല. ഏതായാലും നമ്മുടെ മനു മുറിയിലേക്ക് കയറി എന്തെടുക്കുവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി പതുക്കെ ചെന്ന ഉടനെ തന്നെ മുത്തശ്ശി പെട്ടെന്ന് വെപ്രാളത്തോടു കൂടി, മോനെ ഇന്നല്ലായിരുന്നോ കോടതിയിൽ, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, ഹരിക്കൊച്ച് രക്ഷപ്പെടുവോ, രോഹിത്തിന്റെ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മനു പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെയാ മുത്തശ്ശി വന്നത്. അല്ല, മുത്തശ്ശിയുടെ മരുമകളൊന്നും വന്ന് പറഞ്ഞില്ലേ? എന്നോട് എന്ത് പറയാനാ, അവൾക്ക് എന്നെ കാണുന്ന ചതുർത്ഥിയല്ലേ, അവൾ ഈ റൂമിലേക്ക് വല്ലതും കേറുവോ? അവിടെ നെടുമ്പുരക്കലായിരുന്നപ്പം ഹലീന എന്നെ നല്ലോണം നോക്കുമായിരുന്നു. അല്ലെങ്കിലും എന്റെ മോളുണ്ടായിരുന്നല്ലോ അവിടെ. ഇതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹലീന ഇപ്പൊ എന്നെ നോക്കാൻ ആരാ? അവളാ വീട്ടുകാരി ആയില്ലേ, ഇനിയിപ്പൊ എന്നെ നോക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എനിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റൂലല്ലോ. അതൊക്കെ പോട്ടെ, എന്തായി മോനെ കാര്യങ്ങൾ എന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അത് പിന്നെ കുറച്ച് ആശ്വാസമായിട്ട് ഒരു കാര്യം മുത്തശ്ശിയോട് പറയാനുണ്ട്. നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന്. രോഹിത്തിന് ജാമ്യം കിട്ടിയോ? അപ്പൊ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടിയത്. ആരാ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്? അത് പിന്നെ ആ കൊച്ചുണ്ടല്ലോ, അതിജീവിത എന്ന് പറയുന്ന റേപ്പ് ചെയ്യപ്പെട്ട ആ പെങ്കൊച്ച്, ശരണ്യ എന്നാ മറ്റോ അതിന്റെ പേര്, ആ പെങ്കൊച്ചാ പറഞ്ഞത്. കോടതി കയറുന്ന ചേംബറിൽ നിന്ന് തന്നെ പറഞ്ഞു രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ രോഹിത്തിന് ജാമ്യം കിട്ടി. അപ്പം ഹരിക്ക് എന്തേ മോനെ ജാമ്യം കിട്ടാത്തത്? ഹരി തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഹരിക്ക് ജാമ്യം കിട്ടിയില്ല. തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ. ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ നമ്മുടെ രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. നാളെ മിക്കവാറും ജയിലിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ചിലപ്പോൾ നാളെ മിക്കവാറും രോഹിത്തിനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ മോനെ. എങ്കിലും മോനെ ഹരീനെ രക്ഷപ്പെടുത്താനേ എന്തെങ്കിലും വഴിയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിലെ കൊച്ചല്ലേ, തെറ്റൊക്കെ ചെയ്തു, അതൊക്കെ ശരിയാണ്. ഈ പറയുന്ന പെങ്കൊച്ചിന് വല്ല പൈസയോ എന്തെങ്കിലും കൊടുത്ത് അവരുടെ വീട്ടുകാരെ സ്വാധീനിച്ചിട്ട് നമ്മുടെ ശിവന് ഹരീനെ പുറത്തിറക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പം പൈസ കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി, അങ്ങനെയൊന്നും പുറത്തിറക്കാൻ പറ്റുന്ന കേസല്ല മുത്തശ്ശി ഇത്. മുത്തശ്ശിക്ക് അറിയത്തില്ല. മുത്തശ്ശി ഈ റൂമിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് മുത്തശ്ശിക്ക് വേറെ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഇത് അത്രയ്ക്കും വലിയൊരു കേസാ. ജാമ്യം കിട്ടുന്നതേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവമാണ്. ഹരിക്ക് കിട്ടിയതെന്നും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലാതെ അതിന് യാതൊരു വഴിയില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ അലീന ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ പോവുകയും സംസാരിക്കുന്നതിനിടയിൽ അതിന്റെ വായിന്ന് അറിയാതെ ഒന്ന് വീണുപോയി രോഹിത് നിരപരാധിയാണെന്ന്. അത് വെച്ചുകൊണ്ട് നമ്മൾ വീഴുന്നു. പക്ഷെ നമ്മൾ വേറെ പ്രശ്നത്തിനോ ഇടപെടലിനോ ഒന്നും പോയിട്ടൊന്നുമില്ല, ആരെയും പ്രഷറും ചെയ്തിട്ടല്ല. ശരണ്യ എന്ന് പറയുന്ന കൊച്ചിന്റെ മനസാക്ഷി, അവള് മനസാക്ഷിയുള്ള ഒരുത്തി ആയതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലാത്തവനെ നിരപരാധിയാണെന്ന് പറയാനുള്ള മനസ്സ് ഇതിനുണ്ടായി. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഹരീനെ വെറുതെ ഒന്നും വിടത്തില്ല. അല്ല അമ്മ എന്താ, അല്ല മുത്തശ്ശി എന്താ എന്റെ അമ്മയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുകയാണോ? അതെ, തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷ അനുഭവിച്ചിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്.
പിന്നെ നമ്മൾ എത്ര പെടാപ്പാട് പെട്ടാലും ഈ വക കേസുകൾക്ക് ഒരിക്കലും ഊരിപ്പോരാൻ പറ്റത്തില്ല. അത് അങ്ങ് ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പോലും അതിനൊന്നും ഒരിക്കലും ചാൻസേ ഇല്ല. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട മുത്തശ്ശി. ഏതായാലും തൽക്കാലം രോഹിത്തെങ്കിലും രക്ഷപ്പെട്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ജാമ്യം കിട്ടിയല്ലോ. ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തെറ്റുകാരനാണ് എന്ന് പൂർണ്ണമായിട്ടും കോടതി പറയുന്നൊന്നുമില്ല. കാര്യങ്ങൾക്കൊക്കെ വിളിക്കണം, പോണം. ഇനിയും ഈ കേസ് നടക്കുന്നത് വരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു അതിന്റെ പുറകെയൊക്കെ രോഹിത്തും പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എങ്കിലും ഇച്ചിരി ആശ്വാസമായി മോനെ, രോഹിത്ത് അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് എന്റെ പൊന്നു ഭഗവാനെ എന്നൊക്കെ വിളിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ മുത്തശ്ശി ഞാൻ എന്നാ പുറത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുശങ്കർ പുറത്തേക്ക് പോവാ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീനയും കൃഷ്ണമോളേനെയൊക്കെ ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ കൃഷ്ണമോൾ അലീനയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം ശരണി ചേച്ചി, ചേച്ചിക്ക് അങ്ങനെ തോന്നിയില്ലോ പറയാനായിട്ട്, അതുകൊണ്ടാണല്ലോ രോഹിതേട്ടനെ ജാമ്യം കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ് മോളെ. കാരണം ഇനിയിപ്പം അതിന് ആരൊക്കെ എന്തൊക്കെ പറയുന്ന അറിയത്തില്ല. അന്ന് രാഷ്ട്രീയക്കാരും സമുദായക്കാരൊക്കെ വന്നിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോഴും അവർക്ക് എന്തൊക്കെയോ പറയാനും എന്നോട് സംസാരിക്കാനും ഒക്കെയുള്ള മനസ്സുണ്ടായിരുന്നു. പക്ഷെ അവളെ അതിനനുവദിച്ചില്ല അവര്. അതുപോലെ അവള് ഒരുപാട് പ്രഷർ ചെയ്തൊക്കെ കാണുമായിരിക്കും. അവളുടെ വീട്ടിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും ഞാൻ അവൾക്കൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ശരണ്യക്ക് ഫോൺ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ശരണ്യക്ക് ഫോൺ ചെയ്യുന്നു. ശരണ്യ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തത് അതെ ഞാൻ അലീനയാന്ന് പറയുമ്പോഴത്തേക്കും എന്താ അലീന ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മോളെ, ഒരുപാട് നന്ദിയുണ്ട്. മോളോട് അവിടെ വെച്ച് എനിക്ക് സംസാരിക്കാനോ ഒന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ചേച്ചി സാരമില്ല പോട്ടെ, ഞാനൊരു സത്യമല്ലേ പറഞ്ഞത്, അതിന് ചേച്ചി എന്തിനാ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? അല്ല എങ്കിലും സത്യമാണെങ്കിലും മോള് വിചാരിച്ചത് കൊണ്ടാണല്ലോ ഇപ്പൊ രോഹിത്തിന് ജാമ്യം കിട്ടിയത്. ഇവിടെ എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്ന് അറിയാം. പക്ഷെ ആ സന്തോഷം മോക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ പിന്നിൽ മോള് കുറെ അനുഭവിക്കാൻ പോകുന്നുണ്ട്, കുറെ എല്ലാവരുടെയും വായിലിരിക്കുന്നതൊക്കെ കേൾക്കാൻ പോകുന്നുണ്ട്. പക്ഷെ മോൾ ഒന്ന് വിചാരിക്കണം, മോൾക്ക് മോളുടെ മനസ്സിനോട് പറയാം മോള് ചെയ്തത് നല്ല കാര്യമാണ്. ബാക്കി ആരും എന്തും പറഞ്ഞോട്ടെ, പക്ഷെ മോള് ചെയ്തത് നല്ലതാണ്. മോള് കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു നിരപരാധി വെറുതെ വിടാൻ മോള് കാരണം മോക്ക് പറ്റിയിട്ടുണ്ട്. മോൾക്ക് എന്ത് പ്രശ്നം വന്നാലും മോളുടെ കൂടെ ഞാൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ മോളുടെ കൂടെ ഉണ്ടാവും. മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോൾ എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി. അതൊരു പാരിതോഷികമോ അല്ലെങ്കിൽ മോള് പറഞ്ഞതിനുള്ള ഒരു പരിഹാരമോ ഒന്നും അതിന് തരുന്ന ഒരു ഇതാണെന്നൊന്നും മോള് വിചാരിക്കേണ്ട. മോളെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് കണ്ടിരിക്കുന്നത്. എന്റെ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട. മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മോൾ അപ്പൊ എന്നെ വിളിക്കണം. ഇതാട്ടോ എന്റെ നമ്പർ, മോൾ എന്നെ വിളിച്ച് സംസാരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ ശരണ്യെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിനിടയ്ക്ക് നമ്മുടെ ശരണ്യ അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ എല്ലാവരും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അലീന ചേച്ചി. വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരൊക്കെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവർക്കൊക്കെ എനിക്കിപ്പോ ഒരു ജോലി കിട്ടില്ലല്ലോ, അതുപോലെ തന്നെ ഞാൻ കാരണം അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയാ പറയുന്നത്. എന്നാലും ഞാൻ പിടിച്ചു നിൽക്കും അലീന ചേച്ചി. അലീന ചേച്ചി പറഞ്ഞ ഓരോ വാക്കും എന്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. ഞാൻ ചെയ്തത് ന്യായമാണ്, നീതിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സമാധാനം എനിക്കുണ്ട്. ഇത്രയും ദിവസം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞല്ലോ, സത്യമെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ മനസ്സിനോട് സ്നേഹവും എന്റെ മനസ്സിനോട് എനിക്ക് ഇഷ്ടവും ഒക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് മാത്രം മതി, വേറെ ആരും പറയുന്നത് മോള് നോക്കണ്ട, അത് മാത്രം മതി. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് വന്ന് നിന്നെ സമാധാനപ്പെടുത്താനോ ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ മോളെ. കാരണം ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ എന്നെ അടുപ്പിക്കത്തില്ലെന്ന് മോക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ്ട, ഏതായാലും ഞാൻ ഇനി ഈ വീട്ടിൽ ഒതുങ്ങി കൂടിയൊന്നും ഇരിക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം, മോള് ഫോൺ വിളിച്ചാൽ മതി, എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വന്നോളാം, നമുക്ക് സംസാരിക്കാം. മോള് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മോളുടെ കൂടെ മുന്നോട്ടേക്ക് ഞാൻ ഉണ്ടാകും. ഞാൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും മോളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ഒരുപാട് ആശ്വാസ വാക്കുകൾ പകർന്നു കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിക്കുട്ടിയും വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടീനെ വിളിച്ച് അങ്ങോട്ടേക്ക് പറയാണ് കേട്ടോ, ഇങ്ങനെ രോഹിത് രക്ഷപ്പെട്ടു, രോഹിത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും മാമച്ചനും ഗ്രേസിക്കൊക്കെ ഭയങ്കര സന്തോഷമാകുകയാണ്. അങ്ങനെ മാമച്ചനും ഗ്രേസിയും പറയുന്നുണ്ട്, ആ ചെറുക്കൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ ആ പെങ്കൊച്ച് അവിടെ കയറി ഇങ്ങനെ ഒരു പറയാനുള്ള മനസ്സുണ്ടായത്. അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമാണ് ചേച്ചിയുടെ കാര്യം. ശരണ്യ എന്ന് പറയുന്ന ആ ചേച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകരും സമുദായക്കാരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് അലീന ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അവരെ കൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ആ പെങ്കൊച്ചിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറയുമ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്,
അങ്ങനെ സാധിച്ചു കൊടുക്കാനൊന്നും ഒരിക്കലും ബാലചന്ദ്രൻ അങ്കിളിനോട് അലീന ചേച്ചി പറയത്തില്ല. അലീന ചേച്ചിയുടെ അഭിമാനം അതിന് സമ്മതിക്കത്തുമില്ല. പിന്നെ അവരറിഞ്ഞെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി ആയി. മാത്രമല്ല ഇനിയപ്പോ അങ്ങനെ ചെയ്തു കൊടുത്താൽ തന്നെ അവര് സ്വീകരിക്കുമെന്നും അറിയില്ലല്ലോ. ആ കുട്ടിയുടെ ആ ചേച്ചിയുടെ വീട്ടുകാരെല്ലാവരും എതിർത്താ നിൽക്കുന്നത്. എല്ലാവരും ശരണ്യ എന്ന് പറയുന്ന ചേച്ചിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അലീന അവിടെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ പുറത്ത് വന്നത്. അപ്പം ഒരിക്കലും അടുപ്പിക്കത്തൊന്നുമില്ല. എന്തായാലും എന്തേലും ആവട്ടെ. അലീന ചേച്ചി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വൈജയോടും ബബിത വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു സീനുണ്ട് കേട്ടോ. നാളെ ബബിത വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ രോഹിത്തിന് ജാമ്യം കിട്ടി എന്ന് പറയുന്നുണ്ട്. അയ്യോ ഭയങ്കര സന്തോഷം. അപ്പൊ അലീന കാരണമൊന്നും അല്ല ജാമ്യം കിട്ടിയിരിക്കുന്നത്. ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ച സത്യം ഇപ്പൊ തുറന്നു പറഞ്ഞതുകൊണ്ടാ. അല്ലാതെ അലീന ഇതിനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അലീന എന്തോ ചെയ്തു എന്ന് പറഞ്ഞോണ്ട് അവൾ ഈ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ കുറ്റവും കുറവും ഒക്കെ നമ്മുടെ ബബിത ആരോടാ നമ്മുടെ വൈജയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും വൈജയ്ക്ക് ആശ്വാസമായി. ഇനിയിപ്പം വൈജയ്ക്ക് സമാധാനമായിട്ട് ഡിസ്ചാർജ് മേടിച്ച് പുതിയ വീട്ടിലേക്ക് പോകാം. അത് ഇനി ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെ നെടുമ്പുറയ്ക്കൽ വീട്ടിലേക്ക് തന്നെ വരുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും നമ്മുടെ വൈജ വേറെ റൂമും വേറെ വീടൊന്നും എടുത്ത് പോവില്ല. ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെ നമ്മുടെ വൈജയ്ക്ക് വരേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.